Next topic, economic models. An economic model is a simplified version of reality that allows us to observe, understand, and make predictions about economic behavior. If designed well, a model can give the analyst a better understanding of the situation and any related problems. ഒരു ഇക്കണോമിക് മോഡൽ എന്ന് പറഞ്ഞാൽ റിയാലിറ്റിയുടെ ലളിതവൽക്കരിക്കപ്പെട്ട രൂപമാണ്. അത് നമ്മെ ഒബ്സർവ് ചെയ്യാനും മനസ്സിലാക്കാനും പ്രഡിക്ഷൻസ് രൂപീകരിക്കാനും ഒക്കെ സഹായിക്കുന്നു. സാമ്പത്തിക ഇക്കണോമിക് ബിഹേവിയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രഡിക്ഷൻസിൽ എത്തിച്ചേരാനും അവയെ മനസ്സിലാക്കാനും അവയെ നിരീക്ഷിക്കാനും നമ്മെ സഹായിക്കുന്ന യാഥാർത്ഥ്യത്തിന്റെ ലളിതവൽക്കരിക്കപ്പെട്ട ഒരു രൂപമാണ് ഇക്കണോമിക് മോഡൽ എന്ന് പറയുന്നത്. നല്ല രീതിയിൽ അത് ഡിസൈൻ ചെയ്യപ്പെടുകയാണെങ്കിൽ ഒരു വിശകലനം ചെയ്ത വ്യക്തിയെ സംബന്ധിച്ച്, അനലിസ്റ്റിനെ സംബന്ധിച്ച് ഏതൊരു സിറ്റുവേഷനെയും, അവർ നേരിടുന്ന ഏതൊരു സിറ്റുവേഷനെയും അതുമായി ബന്ധപ്പെട്ട ഏതൊരു പ്രശ്നത്തെയും അവിടെ നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് ഇക്കണോമിക് മോഡൽ സഹായിക്കും എന്നുള്ളതാണ്. An economic model may be compared to a map which does not show every aspect of the terrain but only those features that are of interest for the particular situation at hand. The map is not the territory, nor is the model the real world, but neither can be understood without a map or a model. അപ്പോൾ ഇക്കണോമിക് മോഡൽ എന്ന് പറയുന്നത് നമുക്ക് ഒരു മാപ്പുമായിട്ട്, ഭൂപടവുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. സ്വാഭാവികമായും ഒരു മാപ്പ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഭൂപ്രദേശമല്ല. അതുപോലെ തന്നെ ഒരു മോഡൽ എന്ന് പറയുന്നത് റിയൽ വേൾഡുമല്ല. പക്ഷേ ഒരു മാപ്പ് ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങളെ വ്യക്തമാക്കി മനസ്സിലാക്കാൻ പറ്റുന്നത് പോലെ തന്നെ ഒരു മോഡൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുമെന്നതാണ്. A model is built for two main purposes, that is analysis or explanation and prediction. ഒരു മോഡല് രൂപീകരിക്കുന്ന പ്രധാനമായി രണ്ട് ലക്ഷ്യങ്ങളുണ്ടാവും. ഒന്ന് അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ വിശകലനം ചെയ്യുക, രണ്ടാമത് പ്രൊഡിക്റ്റ് ചെയ്യുക. എന്താണ് അനാലിസിസ്? അനാലിസിസ് മീൻസ് breaking up a thing into the elements that go to make it. We analyze a phenomenon into its various elements. It is on the basis of assumptions that facts are analyzed. For this, assumptions are made in a model from which a law is logically derived that describes, explains, and analyzes the phenomenon under study. ഇപ്പോൾ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു സംഗതിയെ നമ്മൾ അതിന്റെ ഓരോ എലമെന്റ്സ് എടുത്തിട്ട് വിശകലനം ചെയ്യുക എന്ന് പറയും, അല്ലെ? അത് ഓരോ അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണോ, എലമെന്റ്സ് എന്തെല്ലാമാണോ, അതിനെ സെപ്പറേറ്റ് ചെയ്യുക. അതിന്റെ വിവിധ എലമെന്റ്സിനെ എടുത്തുകൊണ്ട് നമ്മൾ വിശകലനം ചെയ്യുക. നമ്മൾ പലപ്പോഴും പല അസംഷൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ അസംഷനെ ബേസ് ചെയ്തുകൊണ്ട് കാര്യങ്ങളെ വിശദീകരിക്കുകയും അതിനെ വിശകലനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. എന്താണ് അനാലിസിസ്? അപ്പൊ വിശകലനം, ഏതൊരു കാര്യങ്ങളെയും കൂടുതലായി വിശകലനം ചെയ്യുക എന്ന് തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. മറ്റൊന്ന് പ്രഡിക്ഷൻ ആണ്. എ മോഡൽ ഈസ് ബിൽഡ് ടു പ്രഡിക്റ്റ് ഫ്യൂച്ചർ ഈവൻറ്റ്സ്. ഫോർ ഇൻസ്റ്റൻസ്, എ മോഡൽ മേ ബി കൺസ്ട്രക്റ്റഡ് ടു എക്സ്പ്ലെയിൻ the price of wheat in the market for the next year based on the expected size of the wheat crop, the past trend of the crop, the quantity of wheat in buffer stocks, and prices in the previous years. Thus, such a model will predict the future price of wheat in the market. ഇവിടെ എന്താണ്? പ്രവചനമാണ്. ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി കാണാൻ കഴിയുക അല്ലെങ്കിൽ പ്രവചിക്കുക. എന്താണ്? ഉദാഹരണം പറയുകയാണെങ്കിൽ, ഭാവിയിൽ അടുത്ത വർഷം വീറ്റിന്റെ വില എന്താണ്, മാർക്കറ്റ് എന്തായിരിക്കുമെന്ന് നമ്മൾ ഒരു മോഡൽ കൺസ്ട്രക്ട് ചെയ്യുകയാണ്. അതെന്താണ്? ഭാവിയിലെ വില എന്തായിരിക്കും എന്ന് പറയുകയാണ്. അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നിലവിലുള്ള വീറ്റിന്റെ ഉൽപാദനം,
മുമ്പ് അതുണ്ടായിട്ടുള്ള ആ ക്രോപ്പിലുള്ള അതിന്റെ ട്രെൻഡ്, ബഫർ സ്റ്റോക്കിലുള്ള വീറ്റിന്റെ ക്വാണ്ടിറ്റി, മുൻ വർഷങ്ങൾ അതിന്റെ വില, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് ആ മോഡൽ ഉണ്ടാക്കുക. അപ്പൊ ആ മോഡലിലൂടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഭാവിയിൽ വീറ്റിന്റെ വില എന്താണെന്ന് വ്യക്തമായിട്ട് പറയാനായിട്ടോ പ്രഡിക്ട് ചെയ്യാനായിട്ടോ നമുക്ക് സാധിക്കും. അപ്പൊ നമുക്ക് ഒരു മോഡൽ ഉണ്ടാക്കുന്നതിന് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? പ്രഡിക്ഷൻ ആണ് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മൾ കാണാൻ പോകുന്നത് അതിന്റെ ക്വാളിറ്റിയാണ്. ക്വാളിറ്റി അതുണ്ടായിരിക്കുന്ന ഒരു മോഡൽ ഉണ്ടായിരിക്കുന്ന ക്വാളിറ്റി എന്താണ്? വാട്ട് ആർ ദ ക്വാളിറ്റീസ് വിച്ച് എ മോഡൽ മസ്റ്റ് ഹാവ്? ഏതൊക്കെ ഉണ്ടാവണം? ഒന്ന് വാലിഡിറ്റി ആണ്. The usefulness or goodness of a model depends on its validity. The validity of a model can be judged on the basis of several criteria: its predictive power, consistency, realism of its assumptions, its explanatory power, its generality, and its simplicity. But there is no general agreement among the economists as to which criteria is most important. അപ്പോൾ ഒരു വാലിഡിറ്റി എന്ന് പറയുന്നത്, അതായത് ഒരു ഉപയോഗം അല്ലെങ്കിൽ ഒരു മോഡൽ ഉപയോഗം എന്ന് പറയുന്നത് അപ്പോൾ ഉപയോഗപ്രദമാണെന്നുള്ളതിന്റെ വാലിഡിറ്റിയെ ആശ്രയിച്ചിരിക്കുന്നു. വാലിഡ് ആണോ? അതിന്റെ വാലിഡിറ്റി, ഒരു മോഡലിന്റെ വാലിഡിറ്റി ജഡ്ജ് ചെയ്യുന്നത് ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട്. അതിനെ പ്രിഡിക്റ്റ് ചെയ്യാനുള്ള അതിന്റെ ശേഷി, അതിന്റെ സ്ഥിരത, അതിന്റെ അസംഷൻസിന്റെ റിയാലിറ്റിയുമായുള്ള ബന്ധം, അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള അതിന്റെ പവർ, അത് പൊതുവായിട്ടുള്ള അതിന്റെ സ്വീകാര്യത, അതിന്റെ ലാളിത്യം, ഇങ്ങനെയുള്ള നിരവധി ഘടകങ്ങളെ ആസ്പദമാക്കിയാണ് ഒരു മോഡൽ വാലിഡ് ആണോ അല്ലയോ എന്ന് പറയുന്നത്. പക്ഷേ ഇക്കോണമിസ്റ്റുകളുടെ ഇടയിൽ ഈ പറഞ്ഞ ക്രൈറ്റീരിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഏകാഭിപ്രായം ഇല്ല എന്ന് കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. നെക്സ്റ്റ് ടെസ്റ്റബിൾ ആണ്. ടെസ്റ്റബിലിറ്റി എന്ന് പറയും. എ മോഡൽ ഷുഡ് ബി ബിൽട്ട് ഇൻ സച്ച് എ മാനർ ദാറ്റ് ഇറ്റ് മേ ബി ടെസ്റ്റബിൾ. ഒരു മോഡൽ എങ്ങനെയായിരിക്കണം? അത് നമുക്ക് ടെസ്റ്റ് ചെയ്യണം, ശരിയോ തെറ്റോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റണം. ആൻഡ് ദ വാലിഡിറ്റി ഓഫ് എ മോഡൽ ക്യാൻ ബി ടെസ്റ്റഡ് ത്രൂ ദ പ്രോസസ് ഓഫ് ഒബ്സർവേഷൻ ആൻഡ് വെരിഫിക്കേഷൻ. അതുപോലെ തന്നെ അതിന്റെ വാലിഡിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും ഒബ്സർവേഷനിലൂടെയും വെരിഫിക്കേഷനിലൂടെയും. If the model is able to explain as well as predict accurately, its validity is proved. ഒരു മോഡല് അതിനെ സംബന്ധിച്ച് പ്രഡിക്റ്റ് ചെയ്യാനും അത് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാനും നന്നായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അത് വാലിഡ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിന്റെ വാലിഡിറ്റി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ടെസ്റ്റബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന് ജനറൽ ആയിരിക്കണം. ടു ബി വാലിഡ് എ മോഡൽ മസ്റ്റ് ബി ജനറൽ. ഫോർ ഇൻസ്റ്റൻസ്, a model relating to a theory of the firm is general in nature because its conclusions are applicable to all firms regardless of size or market structure. അപ്പോൾ മറ്റൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മോഡൽ വാലിഡ് ആകണമെങ്കിൽ ആ മോഡൽ എന്താകണം? അത് ജനറൽ ആകണം. എന്ന് പറഞ്ഞാൽ പൊതുവായ സ്വീകാര്യത ഉണ്ടാകണം. ഇപ്പോൾ ഒരു മോഡല് ഒരു എന്താണ് ഫേമുമായി ബന്ധപ്പെട്ട തിയറിയിൽ അല്ലെങ്കിൽ ഫേമുമായി ബന്ധപ്പെട്ട ഒരു മോഡലെ സംബന്ധിച്ച് പറയുമ്പോൾ അത് ജനറൽ ആണ്. എന്താ കാരണം? അതിൽ നിന്നുണ്ടാകുന്ന കൺക്ലൂഷൻസ് എല്ലാ ഫേംസിനും, അതിന്റെ സൈസോ അതിന്റെ നിലവിലുള്ള മാർക്കറ്റോ നോക്കാതെ എല്ലാ ഫേംസിനും അത് ബാധകമാണ്, ആപ്ലിക്കബിൾ ആണ്. അത് ജനറലായി മാറി. അപ്പൊ ജനറാലിറ്റി ഉണ്ടാകണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത. മറ്റൊന്ന് സിമ്പിൾ ആണ്. എ മോഡൽ ഷുഡ് ബി സിമ്പിൾ. For a model to be simple, the assumptions on which the model is based should be general in nature and the small in number. ഒരു ലളിതമായിരിക്കണം, ലാളിത്യം ഉണ്ടാകണം. അപ്പൊ ലളിതമാകണ എന്താണ്? അത് ആ ഒരു മോഡല് രൂപീകരിച്ച് നമ്മൾ സ്വീകരിക്കുന്ന അസംഷൻസ് അത് ജനറൽ ആയിരിക്കണം. അത് വളരെ എണ്ണം കുറവാണ്. പൊതുവായി അംഗീകരിക്കപ്പെട്ടതും എണ്ണത്തിൽ കുറവുമാണ് അതിന്റെ അസംഷൻസ് ഒക്കെ എങ്കിൽ നമുക്ക് അതിനെ സിമ്പിൾ എന്ന് വിളിക്കാൻ പറ്റും. മറ്റൊന്ന് ഇക്വേഷനുമായി ബന്ധപ്പെട്ടാണ്. എ സിമ്പിൾ മോഡൽ ഷുഡ് ബി consists of a limited number of equations that can be solved simultaneously and also represented graphically. ഒരു സിമ്പിൾ മോഡൽ എന്ന് പറയുമ്പോൾ അത് ഏറ്റവും കുറഞ്ഞ ഇക്വേഷൻസ് ഉപയോഗിക്കും. ആൾജിബ്രൈക് ഇക്വേഷൻ ഏറ്റവും കുറഞ്ഞത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കണം. അതുപോലെ അത് ഗ്രാഫിക്കലായി റെപ്രസെന്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ ഗ്രാഫിക്കലായി റെപ്രസെന്റ് ചെയ്യാനും സോൾവ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻസ് ആയിരിക്കണം അതിനകത്ത് ഉപയോഗിച്ചുണ്ടാകേണ്ടത്. അപ്പൊ ഇതൊക്കെയാണ്
ഒരു മോഡലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ.